ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള T20 പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ 43 റൺസിന് ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 213 റൺസ് നേടിയപ്പോൾ ശ്രീലങ്കയുടെ ഇന്നിംഗ്സ് 170 റൺസിന് അവസാനിക്കുകയായിരുന്നു. ടോസ് ജയിച്ച ശ്രീലങ്ക ഇന്ത്യനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. കാൻഡിയിലെ പലേക്കല്ലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മികച്ച തുടക്കം കുറിക്കാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിക്കുകയും ചെയ്തു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒഴിച്ചിട്ട് പോയ ആ ഒരു സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ഇന്ത്യക്ക് വളരെ മികച്ച ഒരു തുടക്കമാണ് നൽകിയത്. പവർ പ്ലേ അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യ ഒരു 11 റൺസിന് മീതെയുള്ള ഒരു ശരാശരിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. വളരെ മികച്ച തുടക്കം കുറിച്ച യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും അടുത്തടുത്ത ബോളുകളിൽ തന്നെ പുറത്താവുകയും ചെയ്തു. 74 റൺസിന് നോ ലോസ് എന്നൊരു പൊസിഷനിൽ നിന്ന് 74 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലേക്ക് ഇന്ത്യ അപ്പോൾ വീഴുകയും ചെയ്തു. ഏതായാലും നമ്മൾ ഈ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ 1 ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്നത് സൂര്യകുമാർ യാദവാണ്. നമുക്കറിയാം ഈ T20 ലോകകപ്പിൽ മുഴുവൻ ഇന്ത്യക്ക് വേണ്ടി 1 ഡൗൺ ബാറ്റ് ചെയ്തത് ഋഷഭ് പന്തായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ പുറകിലേക്ക് മാറ്റിക്കൊണ്ട് സൂര്യകുമാർ യാദവാണ് 1 ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്നത്. നമുക്കറിയാം ഇതിനു മുമ്പുള്ള പല മത്സരങ്ങളിലും സൂര്യകുമാർ യാദവ് ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടി 1 ഡൗൺ പൊസിഷനിൽ വന്നിരുന്നത്. പക്ഷേ T20 ലോകകപ്പിൽ ഋഷഭ് പന്തായിരുന്നു ആ പൊസിഷനിലുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത് ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ശുഭ്മാൻ ഗിൽ പുറത്തായപ്പോൾ യശസ്വി ജയ്സ്വാളാണ് ക്രീസിലുണ്ടായിരുന്നത്. അപ്പോൾ ആ 1 ഡൗൺ പൊസിഷനിൽ ഋഷഭ് പന്താണ് വരുന്നതെങ്കിൽ അദ്ദേഹവും ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. അപ്പോൾ 2 ലെഫ്റ്റ് ഹാൻഡർമാർ ഒരുമിച്ച് ക്രീസിൽ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഗൗതം ഗംഭീർ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും സൂര്യകുമാർ യാദവിനെ 1 ഡൗൺ പൊസിഷനിലേക്ക് കയറ്റിവിടുകയും ചെയ്തത്. T20 ലോകകപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഓപ്പണർമാർ എന്ന് പറയുന്നത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമായിരുന്നു. രണ്ടുപേരും റൈറ്റ് ഹാൻഡർമാരായിരുന്നു. അതുകൊണ്ട് തന്നെ 1 ഡൗൺ പൊസിഷനിൽ ഋഷഭ് പന്ത് വരുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ എസ്പെഷ്യലി ഈ 2020 ക്രിക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ ഒരു ബാറ്റിംഗ് നിര നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 8 ബാറ്റർമാരെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഏറ്റവും അവസാനം വരുന്ന രവി ബിഷ്ണോയ്, അർഷദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, ഇവരെ മാറ്റി നിർത്തി ബാക്കിയുള്ള 8 ബാറ്റർമാരെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 4 ബാറ്റർമാർ റൈറ്റ് ഹാൻഡർമാരും 4 പേര് ലെഫ്റ്റ് ഹാൻഡർമാരുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശുഭ്മാൻ ഗിൽ ഔട്ടായ ഒരു പൊസിഷനിലേക്ക് ബാറ്റ് ചെയ്യാൻ വന്നത് സൂര്യകുമാർ യാദവ് ആയിരുന്നു. പിന്നീട് രണ്ടാമത്തെ വിക്കറ്റായിട്ട് യശസ്വി ജയ്സ്വാൾ പുറത്തായപ്പോൾ വീണ്ടും ഒരു ലെഫ്റ്റ് ഹാൻഡറെയാണ് ഇന്ത്യ ബാറ്റ് ചെയ്യാൻ അയച്ചത്. പിന്നീട് ഓരോ ലെഫ്റ്റ് ഹാൻഡർ ഔട്ടാവുമ്പോൾ ലെഫ്റ്റ് ഹാൻഡറും റൈറ്റ് ഹാൻഡർ ഔട്ടാവുമ്പോൾ റൈറ്റ് ഹാൻഡറും എന്നുള്ള രീതിയിലായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് മുന്നോട്ട് പോയത്. കാരണം 4 ലെഫ്റ്റ് ഹാൻഡർമാരും 4 റൈറ്റ് ഹാൻഡർമാരും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് അത് കൃത്യമായിട്ട് ചെയ്യാനും സാധിച്ചു. ഈ 2020 ക്രിക്കറ്റിൽ ഇപ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാരാണ് രണ്ടുപേരും ബാറ്റ് ചെയ്യുന്നതെങ്കിൽ നല്ല ഓഫ് സ്പിൻ ബൗളർമാരുണ്ടെങ്കിൽ അവരെ വെച്ചിട്ട് കണ്ടെയ്ൻ ചെയ്യാനായിട്ട് സാധിക്കും. എഗെയിൻസ്റ്റ് ദ സ്പിൻ അടിക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടെ ബാറ്റർമാരെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 റൈറ്റ് ഹാൻഡർ ബാറ്റർമാർ ഒരുമിച്ച് ക്രീസിൽ വരുമ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറോ അല്ലെങ്കിൽ ഒരു ലെഗ് സ്പിന്നറോ ബോൾ ചെയ്യുമ്പോഴും വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഏതായാലും ഈ കളിയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ നല്ല ഒരു സ്കോർ നേടാനായിട്ട് നമുക്ക് സാധിച്ചു. ടോട്ടൽ ഒരു 240 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇടയിൽ അതിന് നല്ലൊരു ബ്രേക്ക് ഇടാനായിട്ട് അവർക്ക് സാധിച്ചു. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ബൗളർമാർ എന്ന് പറയുന്നത് ഒന്ന് ഹസനങ്കയും മറ്റൊന്ന് പതിരണയുമായിരുന്നു. രണ്ടുപേരും വളരെ മികച്ച രീതിയിൽ ബൗൾ ചെയ്യുകയും ചെയ്തു. പതിരണയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റുകളാണ് എല്ലാം തന്നെ നേടിയത്. ഹാർദിക് പാണ്ഡ്യയുടെയും ഋഷഭ് പന്തിൻ്റെയും സൂര്യകുമാർ യാദവിൻ്റെയും എല്ലാവരുടെയും വിക്കറ്റുകൾ നേടിയത് ഈ പതിരണയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് 213 റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് ഒതുങ്ങേണ്ടി വന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 240 റൺസെങ്കിലും ഇന്ത്യക്ക് നേടാനായിട്ട് സാധിക്കുമായിരുന്നു. 10ാമത്തെ ഓവറിലാണ് നല്ല രസകരമായ ഒരു സംഭവം ഉണ്ടായത് ഇന്ത്യൻ ബാറ്റിംഗിൽ. 10ാമത്തെ ഓവർ ബൗൾ ചെയ്യാൻ വന്ന അവരുടെ കാമിന്ദു മെൻഡിസ് എന്ന് പറയുന്ന അവരുടെ ഒരു ബൗളറിന്റെ ബോളിംഗ് എന്ന് പറയുന്നത് വളരെ രസകരമായിരുന്നു. ആ സമയത്ത് ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സൂര്യകുമാർ യാദവും ഋഷഭ് പന്തുമായിരുന്നു. സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് കാമിന്ദു മെൻഡിസ് ബോൾ ചെയ്തിരുന്നത് ലെഫ്റ്റ് ഹാൻഡ് സ്പിൻ ആയിരുന്നു. ഇടത്തെ കൈവച്ച് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നാണ് എറിഞ്ഞുകൊണ്ടിരുന്നത്. അതേസമയം ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അദ്ദേഹം ബോൾ ചെയ്ത് റൈറ്റ് ആം ഓഫ് സ്പിൻ ആയിരുന്നു. അതായത് പുറത്തേക്ക് ഋഷഭ് പന്തിന് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് അദ്ദേഹം ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെല്ലാം ഈ ഇംഗ്ലണ്ടിലെ ലിയാം ലിവിങ്സ്റ്റൺ അദ്ദേഹം ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഓഫ് സ്പിന്നും റൈറ്റ് ഹാൻഡർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ലെഗ് സ്പിന്നും എറിയുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിത്ത് ദ സ്പിൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഓഫ് സ്പിന്നാണ് ബോൾ ചെയ്യുന്നതെങ്കിൽ കുറച്ച് അടിക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ആം സ്പിന്നോ ലെഗ് സ്പിന്നോ എറിയുകയാണെങ്കിൽ ആ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻമാർക്ക് അടിക്കാനായിട്ട് കുറച്ച് ഈസി ആയിരിക്കും എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ലിയാം ലിവിങ്സ്റ്റൺ ഈ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ഓഫ് സ്പിന്നും റൈറ്റ് ഹാൻഡർ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ലെഗ് സ്പിന്നും ബോൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കാമിന്ദു മെൻഡിസ് ചെയ്തത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അദ്ദേഹം 2 കൈ കൊണ്ടും ബോൾ ചെയ്യുന്നു. സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ആം സ്പിന്നാണ് ബോൾ ചെയ്യുന്നതെങ്കിൽ ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ആം
ഓഫ് സ്പിന്നാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായൊരു കാഴ്ചയായിരുന്നു. പക്ഷെ അതെല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്തു. സൂര്യകുമാർ യാദവിൻ്റെ എഗെയിൻ ഒരു മികച്ച ഇന്നിങ്സ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില ഷോട്ടുകളൊക്കെ കാണുമ്പോൾ എക്സലൻ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി ആ 11 അദ്ദേഹം സ്ക്വയർ ലെഗിലേക്ക് നേടിയ ഒരു 6 എന്ന് പറയുന്നത് ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള 6 ആയിരുന്നു. കുറേ അടികൾ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഷോട്ടുകൾ കളിക്കുന്നതിൽ ഇന്ന് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരമാണ് സൂര്യകുമാർ യാദവ് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ തുടക്കത്തെ പറ്റി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. ഈ 4 ലെഫ്റ്റ് ഹാൻഡേഴ്സും 4 റൈറ്റ് ഹാൻഡേഴ്സിനും വെച്ചാണ് ഇന്ത്യ കളിച്ചത് എന്നുള്ളത്. ഇനി ഒരു ടീമിന്റെ ഒരു കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പിൽ കളിച്ച ശിവം ദുബെയെ പുറത്തിരുത്തിയിട്ട് റിയാൻ പരാഗിനെ ആ ഒരു പൊസിഷനിൽ കളിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ തുടങ്ങിയത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഫാസ്റ്റ് ബോളേഴ്സിനെ വെച്ചിട്ടാണ് ഈ മത്സരത്തിൽ കളിച്ചത്, അർഷദീപും മുഹമ്മദ് സിറാജും. അതുപോലെ തന്നെ 2 സ്പിന്നേഴ്സാണ് ഉണ്ടായിരുന്നത്, അക്ഷർ പട്ടേലും രവി ബിഷ്ണോയും. അപ്പോൾ ഒരു 5ാമത്തെ ബോളറായിട്ട് നമുക്കുണ്ടായിരുന്ന ഓൾറൗണ്ടർ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സബ് കോണ്ടിനെന്റ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും സ്പിന്നർമാരെ ഹെൽപ്പ് ചെയ്യുന്ന വിക്കറ്റാണ് ഫാസ്റ്റ് ബോളർമാരെക്കാളും. അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിലേക്ക് ഒരു സ്പിന്നർ വേണമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും ഒരു സ്പിൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള റിയാൻ പരാഗിനെ ഒരു പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. ശിവം ദുബെയ്ക്ക് അവിടെ നറുക്ക് വീഴാതെ എന്തുകൊണ്ട് റിയാൻ പരാഗിനെ ആ പൊസിഷനിൽ കളിപ്പിച്ചു എന്നുള്ളതിന് 2 പ്രധാനപ്പെട്ട ഉത്തരങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഈ പറയുന്ന റിയാൻ പരാഗ് റൈറ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻ ആണ് എന്നുള്ളതും അദ്ദേഹം ഒരു ഓഫ് സ്പിൻ ബോളർ ആണ് എന്നുള്ളതുമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിവം ദുബെനെ റിയാൻ പരാഗിന് പകരം ആ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിൽ 5 ലെഫ്റ്റ് ഹാൻഡർമാരായനെ, 3 റൈറ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻമാർ മാത്രമേ ആദ്യത്തെ 8 പേരിൽ ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇതിപ്പോൾ 4-4 എന്നുള്ള ഒരു കോമ്പിനേഷനിലേക്ക് ഇന്ത്യ വരാൻ സാധിച്ചു. അതുപോലെ തന്നെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ഓഫ് സ്പിൻ ബൗളിങ്ങിലൂടെ റിയാൻ പരാഗിന് നല്ല ഒരു വിജയം ഇന്ത്യക്ക് സമ്മാനിക്കുവാനും സാധിച്ചു. ഏതായാലും ശ്രീലങ്കയുടെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവർക്കും നല്ല മികച്ച തുടക്കം നൽകാനായിട്ട് കുശാൽ മെൻഡിസിനും പതും നിസംഗയ്ക്കും കഴിയുകയും ചെയ്തു. പതും നിസംഗ നല്ല മികച്ച ഒരു ബാറ്ററാണെന്ന് വീണ്ടും തെളിയിക്കുകയും ചെയ്തു. ഒരു ക്ലാസി ബാറ്ററാണ് അദ്ദേഹം. 79 റൺസാണ് അദ്ദേഹം നേടിയത്. നല്ല തുടക്കം കിട്ടിയ ശ്രീലങ്ക ഒരു ഘട്ടത്തിൽ 14 ഓവറിൽ 140 റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിന് അടുത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിന്നാണ് അവരുടെ തകർച്ച ആരംഭിച്ചത്. അക്ഷർ പട്ടേൽ ഒരു ഓവറിൽ നേടിയ 2 വിക്കറ്റും അതുപോലെ തന്നെ റിയാൻ പരാഗിന്റെ ആ ഒരു ഓവർ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു എന്ന് വേണം അതിനെ പറയാനായിട്ട്. ആ ഒരു സമയത്ത് റിയാൻ പരാഗിനെ കൊണ്ട് എറിയിക്കാൻ സൂര്യകുമാർ യാദവ് കാണിച്ച ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. ആദ്യത്തെ ബോളിൽ അവരുടെ ഏറ്റവും ഒരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ദസുൻ ഷനക ആ ഒരു ബോൾ റൺഔട്ടായി. പിന്നെ ആ ഓവറിൽ തന്നെ കാമിന്ദു ബെൻഡിസിനെ ബൗൾഡാക്കാനും റിയാൻ പരാഗിന് സാധിച്ചു. മത്സരം അവസാനിക്കുമ്പോൾ 3 വിക്കറ്റുമായിട്ട് മികച്ച ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് റിയാൻ പരാഗിന് സാധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആ ഓഫ് സ്പിൻ വളരെയധികം യൂസ്ഫുൾ ആവുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് 2 ടീമിന്റെയും ഫീൽഡിംഗ് അത്ര മികച്ചതായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ഒരു ഫീൽഡിംഗ് സൈഡായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഒരുപാട് മിസ് ഫീൽഡിങ്ങും ഒരുപാട് ക്യാച്ചുകളും അവർ ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വന്ന ഇന്ത്യയുടെ ഫീൽഡർമാരുടെ കയ്യിൽ നിന്നും ഒരുപാട് ക്യാച്ചുകളും മിസ് ഫീൽഡിങ്ങും ഒക്കെ നമ്മൾ കാണുകയും ചെയ്തു. ഗൗതം ഗംഭീർ കോച്ചായിട്ടുള്ള ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് നല്ലൊരു വിജയം നേടാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് ഒരു ഫുൾ ടൈം ക്യാപ്റ്റനായിട്ടുള്ള ആദ്യ മത്സരമായിരുന്നു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഈ മത്സരത്തിലുണ്ടായിരുന്നത്. ഏതായാലും ഈ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തിയിരിക്കുകയാണ്. അടുത്ത മത്സരം ഇന്നാണ്. ഇന്ന് ഇന്ത്യ വീണ്ടും 2ാമത്തെ മത്സരത്തിൽ ഇതേ ഗ്രൗണ്ടിൽ ശ്രീലങ്കയെ നേരിടാൻ പോവുകയാണ്. ആ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഈ T20 പരമ്പര സ്വന്തമാക്കാൻ ഇന്ന് തന്നെ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും. ഏതായാലും ഈ മത്സരം കൂടി ജയിച്ച് T20 പരമ്പര സ്വന്തമാക്കാനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.